കൂട്ടുകാരെ, ക്രിസ്തുമസ് അല്ലേ? അപ്പൊ വീട്ടിൽ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ 1 കിലോ വരുന്ന നല്ല സോഫ്റ്റ് ആയ പ്ലം കേക്ക്. അപ്പൊ അതിനു വേണ്ടി ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലുള്ളത് ഉണക്കമുന്തിരി, ഡേറ്റ്സ്, അതുപോലെ ചെറി, ടൂട്ടി ഫ്രൂട്ടി, ഇതെല്ലാം. അതിലേക്ക് സിനമൺ പൗഡർ, പട്ട പൗഡർ, ഗ്രാമ്പൂ പൗഡർ, ചുക്ക് പൗഡർ, ഏലക്ക പൊടി, പിന്നെ ഓറഞ്ചിന്റെ തൊലി, ഓറഞ്ച് നീര്. ഇതെല്ലാം ഓറഞ്ച് നീര് അതിൽ മുങ്ങിക്കിടക്കാവുന്ന അത്ര ഒഴിക്കണം കേട്ടാ. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് കേക്ക് ചെയ്യാനുള്ളതൊക്കെ റെഡി വേണം. അതിലേക്ക് കുറച്ച് 2-3 അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര ഇതുപോലെ ചെറിയ തീരിൽ വെച്ച് കാരമലൈസ് ചെയ്യുക. അതിലേക്ക് 1/4 കപ്പ് ഹോട്ട് വാട്ടർ ഒഴിക്കുക. അപ്പൊ നമ്മുടെ കാരമലൈസ് സൂപ്പർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് മൈദ എടുക്കുക. അതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിഞ്ച് ഉപ്പ്, അതുപോലെ ക്ലാവ് പൗഡർ, പട്ട പൗഡർ, ജാതിക്ക പൊടി, ചുക്ക് പൊടി, ഏലക്ക പൊടി, അതുപോലെ 3 എഗ്ഗ് ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. വിസ്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, വാനില എസൻസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായി നിങ്ങൾക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർക്കാം. ഞാനിപ്പോ ശർക്കരയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് 2 ടീസ്പൂണ് മൈദ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അതെന്താന്ന് വെച്ചാൽ നമ്മളെ ബാറ്ററിന്റെ അടിയിലേക്ക് താഴ്ന്നു പോകാണ്ടിരിക്കാൻ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയിലോട്ട് ആ കാരമൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരമൽ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒഴിച്ച് മിക്സ് ചെയ്യുക. മുട്ടയുടെ പതിപ്പിച്ചതും നന്നായി മിക്സ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ആണ് വരേണ്ടത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്ത് എയർ ബബിൾ പോകാനായിട്ടൊന്ന് ഒരു സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് 2 തട്ട് തട്ടി നമ്മൾ അലങ്കരിക്കാനായിട്ട് കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടി വെക്കുക. അതുപോലെ ചെറിയുടെ പീസ് ഉണ്ടെങ്കിൽ ചെറിയുടെ പീസ് വെക്കുക. അതുപോലെ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ ഉണക്കമുന്തിരി വെക്കുക. ഇനി നമ്മൾ നേരെ ഓവൻ്റെ ഉള്ളിലേക്ക് പോവാം. കറക്റ്റ് ഒരു 55 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടിപൊളി ക്രിസ്തുമസ് കേക്ക് തയ്യാറാണ്. അപ്പം നമുക്ക് നന്നായി ചൂടാറിയതിന് ശേഷം കഴിക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നല്ല സോഫ്റ്റാണ്. അത്രയ്ക്ക് സോഫ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് സോഫ്റ്റാണ്. ഞാനും പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര നല്ല സോഫ്റ്റായിട്ട് വരുമെന്ന്. അപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പഞ്ഞി പോലെ നമ്മുടെ ക്രിസ്തുമസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ ചെയ്തു നോക്കാം. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് കേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ. ബൈ ബൈ ഫ്രണ്ട്സ്.